എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ ഒരു വിധത്തിൽ ആ സോ ഐലാൻഡ് അത് കണ്ടെത്തി. ആ ഐലാൻഡ് ഒരാനയെ പോലെയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പതിയെ ആ ആനയുടെ അടുത്തേക്ക് കപ്പൽ അടുപ്പിക്കും. അപ്പോൾ അവർ കാണും ആ ആനയുടെ ഫ്രണ്ട് സൈഡിൽ ഒരു കാലില് തൗസൻഡ് സണ്ണി കപ്പൽ അതങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ആ കപ്പലുണ്ടോ എന്ന് അറിയാനായിട്ട് അവർ സൂക്ഷ്മമായിട്ട് ഒന്ന് പരിശോധിക്കും. കപ്പലിനാണെങ്കിൽ പ്രത്യേകിച്ച് കേടുപാടുകളോ പരിക്കുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇവിടെ പച്ചത്തലേനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ അത് ഒരുപാട് ഇഷ്ടാവും. ആക്ച്വലി തൗസൻഡ് സണ്ണി അവന്റെ കപ്പലിനെ കഴിഞ്ഞും ഒരുപാട് ചെറുതാണ്. പക്ഷെ ഇത് ഭയങ്കര വിശിഷ്ടമായ കപ്പലാണെന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ എന്നതുപോലെ അവൻ തലയൊക്കെ കുനിച്ച് നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ പേരുകൾ അതൊന്നൊന്നായിട്ട് വിളിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ കപ്പലിൽ നിന്ന് യാതൊരു റെസ്പോണ്ടും ഇല്ല. അടുത്ത നിമിഷം ആ ആന അത് വമ്പ സ്പീഡിൽ മുൻപോട്ടേക്ക് പോവാണ്. ആ ഒരു സ്പീഡിൽ അവിടെ വലിയൊരു അലയുണ്ടാവും. കപ്പലാണെങ്കിൽ അതിലും സ്പീഡിൽ ആ ആനയുടെ കൂടെ തന്നെ പോവാണ്. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും എന്തോ ഒന്ന് കാര്യമായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പച്ചത്തലേനാണെങ്കിൽ ഉടനെ അവരുടെ കപ്പല് തൗസൻഡ് സണ്ണി കപ്പലുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പോൾ ആനയുടെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് റവല്യൂഷണറി ആർമിയുടെ നേതാവും നമ്മുടെ ലൂഫിയുടെ പപ്പയായിട്ടുള്ള ഡ്രാഗനെ കാണിക്കും. ആൾക്കാണെങ്കിൽ ഒരുപാട് റിപ്പോർട്ട്സ് വന്നിരിക്കുകയാണ്. റവല്യൂഷണറി ആർമി ടീം അവരിപ്പോൾ പതിയെ ഏറ്റെടുത്ത മിഷൻസ് എല്ലാം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിനെല്ലാറ്റിനും ഉപരിയായിട്ട് ആ ഡോഫ്ലമിംഗോ അവൻ തകർന്നതുകൊണ്ട് തന്നെ അവനുമായിട്ട് ആയുധ കച്ചവടം ചെയ്ത ഒരുപാട് ആളുകൾ അവര് വലിയൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ആൾക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഡ്രാഗൺ ആണെങ്കിൽ ടെൻഷനായിട്ട് ആളുടെ അസിസ്റ്റന്റിനോട് പറയും, വേൾഡ് ഗവൺമെന്റും മെയിൻ പൈററ്റ്സും ഒന്നും ഇനി വെറുതെ ഇരിക്കാൻ ചാൻസ് ഇല്ല. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അപ്പൊ കറക്റ്റ് സമയത്ത് കൗൾ അവിടേക്ക് വരും. അവളാണെങ്കിൽ ഡ്രങ്കൺ ഗ്രാമം എന്നൊന്ന് കണ്ടുപിടിച്ചു എന്ന് പറയും. ആക്ച്വലി അതെവിടെയാണ് ഉള്ളതെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുള്ള സ്ഥലത്ത് വെച്ചാണ് വെപ്പൻസ് എല്ലാം തന്നെ ക്രിയേറ്റ് ആവുന്നത്. അതിന്റെ ഒറിജിൻ കണ്ടെത്താൻ കഴിഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ കൗളെ അവളെ അഭിനന്ദിക്കും. അവളാണെങ്കിൽ ലൂഫിയെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാണ്. അതിനാള് പറയും, ഞാൻ അവനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടു, ഇനി എനിക്ക് കേൾക്കാൻ കപ്പാസിറ്റി ഇല്ല. അവൻ ഓൾറെഡി ട്രെയിനിങ് ഒക്കെ എടുത്ത് ഭയങ്കര പവർഫുൾ ആയെന്ന് ഞാൻ അറിഞ്ഞു. ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ ലോകം മുഴുവനുള്ള അവരുടെ ആർമേഡ് ഫോഴ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഇതാ ന്യൂ വേൾഡിലുള്ള ഏതോ ഒരു ഐലാൻഡിലെ ഒരു ബ്ലാക്ക് ബിയർഡ് ടീമിനെ കാണിക്കുകയാണ്. അതിന് ലാഫീട്ടി എന്ന് പേരുള്ള ആൾക്ക് ഒരു കോള് വരികയാണ്. കോണ്ടാക്ട് ചെയ്തത് വെർജസ് ആണ്. വെർജസിനെ പിക്കപ്പ് ചെയ്യാൻ അവരൊരു പ്രത്യേക സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വെർജസ് പറയും, നിങ്ങളിപ്പോ ഇവിടേക്ക് വന്നിട്ട് കാര്യമില്ല, ഞാൻ ഇവിടെ ഇല്ല. അവന്റെ സൗണ്ട് കേട്ട് ഷുരു അവനോട് നീ ഇപ്പൊ എവിടെയാണ് ചോദിക്കും. അതിനവൻ പറയും, ഞാൻ എവിടെയുള്ളതെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ മുഴുവൻ വൈറ്റ് കളറിൽ സ്നോ ഫില്ലായിട്ട് കിടക്കുകയാണ്. ഒരുപാട് കാലമായി ഞാൻ അൺകോൺഷ്യസ് ആയിരുന്നു. ഇപ്പൊ കോൺഷ്യസ് ആയപ്പോ ഞാൻ ഇവിടെയാണ്. ഇതെവിടെയാണെന്ന് എനിക്ക് കണ്ടെത്താനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല. ഞാനിവിടെ ഒരു പാറക്കിടുക്കില് ഒളിച്ചിരിക്കുകയാണ്. നിങ്ങൾ എത്രയും വേഗം ഇവിടേക്ക് വരണം. വരുമ്പോ നമ്മുടെ ഡോക്ടറെ കൂടെ കൊണ്ടുവരണം. എന്റെ ബോഡിയിൽ ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വെപ്പൻസ് ഇവിടെ ഉണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഇത് മുഴുവൻ നമുക്ക് സ്വന്തമാക്കാം. മാത്രമല്ല ആ ഡ്രാഗണും സാബോയും അവർ രണ്ടുപേരും എവിടെയാണ് ഉള്ളതെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്യും. റവല്യൂഷണറി ആർമിയുടെ ആ വലിയ ഓഫീസിന് അടുത്തുള്ള ഐലാൻഡിലാണ് അവനിപ്പോ ഉള്ളത്. അവന് കറക്റ്റ് ആയിട്ട് പിടികിട്ടും റവല്യൂഷണറി ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇതെന്ന്. ഇവിടേക്ക് ബ്ലാക്ക് ബിയർഡ് വന്ന ഉറപ്പായിട്ടും ബ്ലാക്ക് ബിയർഡ് അവിടെ മുഴുവൻ നശിപ്പിച്ചു കളയും. കട്ട് ചെയ്ത ഇപ്പൊ എഡ്വേർഡ് ബീബലിനെ കാണിക്കും. അവനാണെങ്കിൽ ഒരു ഐലാൻഡ് മുഴുവൻ കത്തി നശിപ്പിച്ച് അങ്ങനെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി ഇവൻ അവകാശപ്പെടുന്നത് അവൻ വൈറ്റ് ബിയർഡിന്റെ മകനാണെന്നാണ്. ഈ കാണുന്ന അമ്മച്ചി ഇദ്ദേഹമാണ് ഇവന്റെ അമ്മ. അവരാണ് വൈറ്റ് ബിയർഡിന്റെ വൈഫ് എന്ന് അവകാശപ്പെടുകയാണ്. അതിനുശേഷം അവരുടെ മകനെ ഭീഷണിപ്പെടുത്തി എനിക്ക് ഇനിയും ബൗണ്ടി വേണമെന്ന് അവനോട് പറയും. മമ്മിയാണെങ്കിൽ ഇപ്പോ വൈറ്റ് ബിയർഡിന്റെ ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കും. നീ ഈ ഫോട്ടോ കാണുന്നില്ലേ, ഇദ്ദേഹത്തിന്റെ സിറോക്സ് കോപ്പി പോലെ തന്നെയാണ് നീ. നിനക്ക് ഭയങ്കര കഴിവാണ്. എത്രയും വേഗം നിന്റെ പപ്പയുടെ അസിസ്റ്റൻസ് അവരെ കണ്ടെത്തി ബൗണ്ടീസും അസറ്റ്സും എല്ലാം തന്നെ നീ സ്വന്തമാക്കണമെന്ന് പറയും. ആ മമ്മിയാണെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വായിക്കും. അവരാണെങ്കിൽ ആ ന്യൂസ് കണ്ട് ഞെട്ടും. ന്യൂസിൽ മറ്റൊന്നുമല്ല, സാക്ഷാൽ ഡോഫ്ലമിംഗോയെയും അവന്റെ ടീമിനെയും തകർത്തു എന്നായിരിക്കും അവർ ആ ന്യൂസിൽ വായിക്കുക. അവരാ ന്യൂസൊക്കെ വായിച്ച് ആ ഒരു ഐലാൻഡ് അത് മുഴുവൻ തീയിട്ട് കത്തിച്ച് അങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു വരും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബഗ്ഗയെ കാണിക്കും. ആളാണെങ്കിൽ ഇപ്പോ വമ്പ സെറ്റപ്പായി മാറിയിരിക്കുകയാണ്. അവരാണെങ്കിൽ
ഫ്ലെമിംഗോടെ കാറ്റ് പോയതുകൊണ്ട് തന്നെ പൈററ്റ് മേഴ്സണറീസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. നിർത്താതെ സ്നെയിൽസ് ആണെങ്കിൽ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം അവന്റെ അസിസ്റ്റൻസ് എല്ലാവരും ഫുഡൊക്കെ ഇടവേളകളില്ലാതെ അടിച്ചു കയറ്റാണ്. ബഗ്ഗിയാണെങ്കിൽ ഡബിൾ ഹാപ്പിയാണ്. കാരണം അവനിപ്പോ ഒരു വാർലോഡാണ്. അവന്റെ അസിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള റിങ്സ്, ഫുഡ്, അസറ്റ്സ് അങ്ങനെ എല്ലാം തന്നെ അവൻ സെറ്റ് ചെയ്ത് കൊടുക്കും. മാത്രമല്ല അവന്റെ അസിസ്റ്റൻസിനോട് എത്രയും വേഗം ഒരുപാട് ബൗണ്ടീസ് അവിടേക്ക് കൊണ്ടുവരാനായിട്ട് പറയും. അത് കേട്ട് അവരും ഫുൾ പവറിൽ അതിനുവേണ്ടി പോവാണ്. ബഗ്ഗിയാണെങ്കിൽ അവന്റെ ആളുകളെ തന്നെ സെയിൽ ചെയ്യാണ്. ആവശ്യമുള്ള ഐലാൻഡുകാർക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് അവന്റെ അസിസ്റ്റൻസിനെ വിട്ടുകൊടുക്കും. അതിലൂടെ ഇഷ്ടം പോലെ പണം അതവൻ നേടിയെടുക്കും. അതാണ് ഇപ്പോഴത്തെ അവന്റെ പ്രധാന ജോലി. ഓൾറെഡി ഫ്ലെമിംഗോടെ എല്ലാ വെപ്പൻസിന്റെ സപ്ലൈയും നിന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ ഹ്യൂമൻ വെപ്പൻസിന്റെ മാർക്കറ്റ് അതിപ്പോ ഇരട്ടിയായി കഴിഞ്ഞു. ഉടനെ ബഗ്ഗിയുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ബഗ്ഗിയോട് പറയും, ഹൈറുദ്ദീൻ അവൻ നമ്മുടെ ജോബ് ക്വിറ്റ് ചെയ്യാണ്. അത് കേട്ട് ബഗ്ഗി ക്യാഷ്വലായിട്ട് പറയും, കുഴപ്പമില്ല, അവർ 4 പേരിൽ ഒരാളല്ലേ നഷ്ടാവുന്നുള്ളൂ, അതില് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അപ്പോഴായിരിക്കും അവർ പറയുക അവരൊരാളല്ല 4 പേരും ക്വിറ്റ് ചെയ്യാണ്. അത് കേട്ട് ബഗ്ഗി അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. കാരണം അവർ 4 പേരും ഒരു വമ്പ ശക്തിയാണ്. അവരെ 4 പേരെയും ബഗ്ഗിയുടെ ടീമിന് നഷ്ടമായ അതവന് നികത്താൻ കഴിയാത്ത വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ബഗ്ഗിക്കാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല. ഇതൊരു വലിയ ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. എന്തുപറ്റി അവർ 4 പേരും നമ്മുടെ ടീം വിട്ട് ക്വിറ്റ് ചെയ്യാൻ കാരണം എന്താ? ആക്ച്വലി അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അവരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഓർഡേഴ്സും പണമൊക്കെ കിട്ടിയത്. അവർ നഷ്ടപ്പെട്ട അതൊക്കെ നമുക്ക് ഇല്ലാതാവും. അതിന് ആളുടെ അസിസ്റ്റൻസ് പറയും, അതിന്റെ കാരണം പറഞ്ഞ ഒരുപക്ഷെ ബോസിനത് ഒരുപാട് വിഷമാവും. സോ ഞങ്ങൾക്കത് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ നിർബന്ധിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു വിധത്തിൽ 1000 സണ്ണി കപ്പലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. പച്ചത്തലേനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, സഹായം എപ്പോൾ വേണമെങ്കിലും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. മാത്രമല്ല എനിക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ആളുകളെ കൂടെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി കരയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇത്രയും വേഗം ആ സോ ഐലാൻഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെയാണ് ബാക്കിയുള്ള ടീംമേറ്റ്സ് ഉള്ളത്. പച്ചത്തലയും തീർത്ത് പറയും, നിങ്ങൾക്ക് എന്ത് സഹായത്തിന് വേണമെങ്കിലും ഞങ്ങളുണ്ടാവും, ഞങ്ങളെ ദയവായിട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് അവൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആൾക്കാരുടെ ഓട്ടോഗ്രാഫ് നോക്കും. അതില് സാഞ്ചി, നാമി, ബ്രോക്ക്, ചോപ്പർ ഇത്രയും പേരുടെ ഓട്ടോഗ്രാഫ് മിസ്സിംഗ് ആണ്. അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ഒരുപാട് ആഗ്രഹിക്കും. അതേസമയം ഇവിടെ കാഞ്ചറോ അവനാണെങ്കിൽ ഒരു ഡ്രാഗന്റെ ഫോട്ടോ ആ കപ്പലിൽ വരയ്ക്കാണ്. അതിനുശേഷം അവന്റെ ചില മാജിക് ഉപയോഗിച്ച് റേസിംഗ് ഡ്രാഗൺ എന്ന് പറഞ്ഞ് അതിനങ്ങനെ പുറത്തെടുക്കാനായിട്ട് ശ്രമിക്കും. അതാണെങ്കിൽ ഞൊടിയടയിൽ ഇപ്പൊ ജീവനോട് കൂടെ പുറത്തേക്ക് വരികയാണ്. കാഞ്ചറോ അതിനോട് പറയും, നീ എത്രയും വേഗം ഞങ്ങളെ ഈ ഐലാൻഡിൽ എത്തിക്കണം. അത് കേൾക്കേണ്ട താമസം അത് ഓക്കെ പറയും. നമ്മുടെ ആൾക്കാരെല്ലാവരും അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. അതാണെങ്കിൽ നമ്മുടെ ആൾക്കാരുമായിട്ട് സ്പീഡിൽ ഇപ്പൊ ഐലാൻഡ് ലക്ഷ്യമാക്കി പോവാണ്. നമ്മുടെ ആൾക്കാര് ആ വിബ്രൂക്കാട് നോക്കിയായിരിക്കും മുകളിലേക്ക് പോവുക. അവര് മുകളിലേക്ക് പോകുന്നത് കാണുമ്പോൾ പച്ചത്തലേന്റെ ഉള്ളില് വിഷമം കൂടി വരും. നമ്മുടെ ആൾക്കാരുടെ പേര് വിളിച്ച് അവൻ ടാറ്റയൊക്കെ വീശി കാണിക്കുകയാണ്. അത് കണ്ട് ലൂഫിയും അവന്റെ പേര് വിളിച്ച് അവനോട് നന്ദി പറഞ്ഞ് യാത്ര പറയും. അങ്ങനെ നമ്മുടെ ആൾക്കാർ പതിയെ പതിയെ അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.